നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമായിരിക്കും മുഹമ്മദ് അഹമ്മദ്. റിയൽ കാശ്മീർ എഫ് സിയുടെ ക്യാപ്റ്റനായിരുന്നു കഴിഞ്ഞ സീസൺ ഐ ലീഗിൽ. അവിടുത്തെ മികച്ച പെർഫോമൻസ് കൊണ്ട് എഫ് സി ഗോവ അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നു. പക്ഷേ ഗോവയിൽ വന്നു അവസരങ്ങൾ ഒന്നും തന്നെ കിട്ടിയില്ല. സോ ഇങ്ങനെ അവസരങ്ങളൊന്നും കിട്ടാത്ത ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആഷിഷ് നെഗി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, മുഹമ്മദ് അഹമ്മദ് വീണ്ടും എന്താ പറയുക റിയൽ കാശ്മീർ എഫ് സിയിലേക്ക് തിരിച്ചു പോകും എന്നാണ്. അതായത് എന്തായാലും ഈ ഒരു സമയം എന്തായാലും കളിക്കാൻ സാധിക്കത്തില്ല. തിരിച്ചു പോയാൽ തന്നെ ജനുവരി 8 അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും മുഹമ്മദ് അഹമ്മദ് എഫ് സി ഗോവ വിടുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സൗരവ് മോണ്ടലുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റാണ്. നമുക്കറിയാം ഐ ലീഗിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ സ്കോഡ് ഉള്ളത് ഗോകുലം കേരള എഫ് സിക്കാണ്. എന്തായാലും അവർ ആ ഒരു ഇന്ത്യൻ സ്കോഡ് വീണ്ടും മികച്ചതായിക്കൊണ്ടേയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് ഗോകുലം കേരള എഫ് സി കാഴ്ചവെക്കുന്ന. ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ മികച്ച താരങ്ങളെയാണ് അവരെടുക്കുന്നത്. സോ ഇപ്പോൾ സൗരവ് മണ്ഡലിനെയും കൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഗോകുലം കേരള എഫ് സി എന്നിടത്തുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വളരെ മികച്ചൊരു സൈനിങ് ആയിരിക്കും അവരുടെ റൈറ്റ് വിങ്ങിൽ സൗരവ് മോണ്ടൽ എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു അവർക്ക് ഗോകുലം കേരള എഫ് സി ഇപ്പോൾ സൈൻ ചെയ്യുന്നത് ഫോറിൻ താരങ്ങളെയാണ്, ഒരു ഫിനിഷറിനെയൊക്കെയാണ്. സോ ആ റോളിലാണ് അവർക്ക് പ്ലേയേഴ്സ് ഇല്ലാത്തത്. അല്ലാതെ ഇന്ത്യൻ റോളിലൊക്കെ വളരെ മികച്ച പ്ലേയേഴ്സാണ് അവർക്കുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടി നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു നീക്കത്തിനെ കുറിച്ച് എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ റോബ്സൺ റൊബീനിയുമായിട്ട് വന്നപ്പോൾ ഇതൊരു അപ്ഡേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, റോബ്സൺ റൊബീനിയെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു ഈസ്റ്റ് ബംഗാൾ ചിലപ്പോൾ സ്വന്തമാക്കിയതിനെ കാരണം അവരുടെ 2-3 പ്ലേയേഴ്സ് എന്താ പറയുക മിക്കവാറും ഈ ഒരു സീസൺ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഇപ്പോൾ നമുക്കറിയുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ റോബ്സൺ റൊബീനിയോ ഒരു ബ്രസീലിയൻ ക്ലബ്ബിൽ സൈൻ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഏതാണ്ടൊക്കെ ഒഫീഷ്യലാണ്. അവിടുന്ന് ഏത് ക്ലബ്ബാണ് എന്നുള്ള കാര്യം കറക്റ്റ് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. ബട്ട് അദ്ദേഹം ഒരു ബ്രസീലിയൻ ക്ലബ്ബിൽ സൈൻ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തയെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുള്ളൂ.